കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ ഇന്ന് ഏത് മുന്നറിയിപ്പാണുള്ളത്? മഴ പെയ്യുന്നുണ്ടല്ലോ, സംസാരിക്കുമ്പോൾ തന്നെ കൊട ചൂടി നിൽക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു. മഴ പെയ്യുന്നുണ്ടെന്ന്. മലയോര മേഖലകളിലെ സ്ഥിതി എന്താണ്? തീരദേശത്തെ സാഹചര്യം എന്താണ്? മനു, മഴ മുന്നറിയിപ്പ് പോലെ തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴ തുടരുകയാണ്. കണ്ണൂർ ജില്ലയിലും ശക്തമായ രീതിയിൽ ഇന്നലെ രാത്രിയും മഴ പെയ്തു. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മഴ തുടരുകയാണ്. മലയോര മേഖലയിലാണ് അതിതീവ്ര മഴ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലയിലുള്ള പുഴകൾ, ചെറിയ തോടുകളെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്ന് കരകവിഞ്ഞ് ഒഴുകുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അതിതീവ്ര മഴ തുടരുകയാണെങ്കിൽ മലയോര മേഖലയിലെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകാനുള്ള അല്ലെങ്കിൽ ഈ റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളപട്ടണം പുഴയിലും ബാവലിയിലും ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവിടേക്ക് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത കാറ്റിൽ പല സ്ഥലത്തും മരങ്ങൾ കടപുഴകിയും അതോടൊപ്പം തന്നെ മരച്ചില്ലകൾ പൊട്ടി വീണും ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 30-ലധികം വീടുകൾക്ക് ഭാഗികമായി ഈ കാറ്റിലും അതോടൊപ്പം തന്നെ മരം പൊട്ടി വീണും ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശത്തും ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വളപട്ടണം മുതൽ മാഹി വരെയുള്ള തീരദേശത്ത് വലിയ തിരമാലകൾക്ക് ഇന്ന് പകൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലയുള്ളത്. അതേസമയം തന്നെ ഈ അതിതീവ്ര മഴയെ നേരിടാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സ്വീകരിച്ചിട്ടുണ്ട്. അവനും ശരി, ഏതായാലും നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മഴ വാർത്തകൾ മഴ പോലെ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.